വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുമ്പിലും പിന്നിലും ഒക്കെ പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളുടെ ഉള്ളിലാണ് അവർ ജീവിക്കുന്നത്. അണക്കെട്ട്, തടവറ, മറ എന്നൊക്കെയുള്ള പ്രയോഗത്തിനാണ് സദ്ദൻ എന്ന പ്രയോഗം വരിക. ഈ തടവറകളുടെ ഉള്ളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ചുറ്റുപാടുമുള്ളതൊന്നും കാണാൻ അവർക്ക് പറ്റുന്നില്ല, ഒന്നും അവർ കാണുന്നില്ല. ഫഹും ലാ യുബ്സിറൂൻ. അവർക്കിതിനെ ഉൾക്കൊള്ളാനോ കാണുവാനോ ഉള്ള ശേഷി അതൊക്കെ പോയിരിക്കുന്നു. ഈ ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. അവിടെ തന്നെ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, പല താല്പര്യങ്ങൾ കാരണം ഹക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, കുടുംബപരമായി, സാമൂഹികപരമായി, സാമ്പത്തികപരമായി, മറ്റേതെങ്കിലുമൊക്കെ വിചാരങ്ങൾ കൽബിൽ വെച്ചുകൊണ്ട് സത്യം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രതിബന്ധങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെയാണ് അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിച്ചതെന്നും പ്രധാനമായും മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവരുടെ കുടുംബം, അവരുടെ ഗോത്രം, അവരുടെ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത് എന്നുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പറയുന്നത് 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് മറ്റൊന്നും കാണാൻ കഴിയാത്തതുപോലെ നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നമ്മൾ പലരും വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് പലപ്പോഴും ജീവിക്കുക. നമ്മുടെ തൊട്ടരികിലുള്ളത് പലതും നമ്മൾ കാണാറില്ല. നമ്മുടെ തൊട്ടരികിലുള്ളത് പലതും പലപ്പോഴും നമ്മൾ മറന്നുപോകും. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ. മുന്നിലും പിന്നിലും ഒക്കെ വലിയ മറയാണ്. അതുകൊണ്ട് തന്നെ ഫഹും ലാ യുബ്സിറൂൻ. തൊട്ടരികിലുള്ള പാവപ്പെട്ടവനെ, പ്രയാസപ്പെടുന്നവനെ, രോഗിയെ, സങ്കടപ്പെടുന്നവനെ ഒക്കെ കാണാൻ നമ്മൾ വിട്ടുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആകരുത്. കാഴ്ച മൂടിപ്പോകുന്ന ഒരു മറയിലാകരുത് നമ്മുടെ ജീവിതം. ഒരു തടവറയുടെ ഉള്ളിലാകരുത്. നമ്മുടെ ചുറ്റുപാടും എപ്പോഴും നിരീക്ഷണം, എപ്പോഴും ചിന്തയുള്ള, ആലോചനയുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ മറ ഇവിടെ പ്രധാനമായും മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അവർ ഈ താല്പര്യങ്ങളുടെ, ജീവിത താല്പര്യങ്ങളുടെയും മറ്റുമൊക്കെ ഉള്ളിൽ കച്ചവടം, കുടുംബം, ബിസിനസ്, സ്ഥാപനം, പലരും ഇസ്ലാമിലേക്ക് വരാഞ്ഞത് ഇന്നലെ വരെ ബഹുമാനിച്ച ആളുകൾ ഇന്ന് ഞങ്ങളെ ബഹുമാനിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളങ്ങ് മുസ്ലിങ്ങളായാൽ ഇന്നലെ വരെ ബഹുമാനിച്ച ആളുകൾ, നമ്മൾ തന്നെ ഇന്റർനെറ്റിൽ പലരുടെയും പ്രസംഗം കേൾക്കാറില്ലേ, ഇസ്ലാമിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്കൊക്കെ ഇസ്ലാമിലേക്ക് വന്നൂടെ അല്ലേ? അങ്ങനെ പലരെയും കേട്ടിട്ട് വിചാരിച്ചിട്ടില്ലേ? ഇല്ലേ? ഇദ്ദേഹം ഇത്രയൊക്കെ പറയുന്നു, ഇപ്പൊ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അറിവ് പറയുന്നുണ്ട്, ഇസ്ലാമിലേക്ക് വന്നൂടെ. അവിടെയാണ് അവിടെയാണ് അവരുടെ മുമ്പിലുള്ള ചങ്ങലക്കെട്ടുകളും വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ. ആഗ്രഹമുണ്ട് പലർക്കും, പക്ഷെ എന്ത് ചെയ്യൂല, എത്താൻ പറ്റുന്നില്ല. അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ. ഇത് സത്യമാണ് എന്നും ഈ വേദം ശരിയാണ് എന്നൊക്കെ പലർക്കും അറിയാം. പക്ഷെ ഞാൻ അതിലേക്ക് പോയാൽ എൻ്റെ കുടുംബം, എൻ്റെ ഗോത്രം, എൻ്റെ മഹിമ, എൻ്റെ സ്റ്റാറ്റസ്, എൻ്റെ ആളുകൾ എന്നെ ബഹുമാനിച്ചിരുന്നത്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ? ഈ ചിന്ത കാരണം പലരും, അവർക്കൊക്കെ താക്കീതാണ്, അവർക്കൊക്കെയുള്ള മറുപടിയാണിത്. അപ്പൊ നമ്മൾ പലരെ കുറിച്ച് അങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇതാണ് കാരണം. ഇത്തരം താല്പര്യങ്ങളുടെ ഉള്ളിലായി പോയി, ആ മതിൽക്കെട്ടുകളുടെ ഉള്ളിലായപ്പോൾ ചില ആളുകൾ മതിൽക്കെട്ടുകളുടെ ഉള്ളിലായി. ഇസ്ലാമിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാനുള്ള സമയം തന്നെ ഇല്ല. ഒരു മതിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നത് പോലെ ജീവിതത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ, നെട്ടോട്ടോടുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ അരികിലുള്ള സാധുക്കളെയും പാവങ്ങളെയും അയലത്തുകാരെയും ബന്ധുമിത്രാദികളെയൊക്കെ കാണുന്ന, പരിഗണിക്കുന്ന ആളുകളാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും ഒരു മറയുടെ ഉള്ളിൽ ജീവിക്കുന്നത് പോലെയുള്ള ജീവിതത്തിന്റെ ആളുകളല്ല. പരിശുദ്ധമായ ഖുർആൻ തൊട്ടടുത്ത ആയത്ത്, ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ താക്കീതുകൾ ആർക്കാണ് ഫലപ്പെടുന്നത്? ഹബീബായ നബി തങ്ങൾ പരലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ആർക്കാണ് ഉപകാരപ്പെടുന്നത്? അല്ലാഹുവിങ്കൽ നിന്ന് കാരുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് ഉപകാരപ്പെടുന്നത്? ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ്.
2 ക്വാളിറ്റികൾ അല്ലാഹു തആല പറയുകയാണ്. 2 ക്വാളിറ്റികൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുകയാണ്. ഏതാണ് ആ ക്വാളിറ്റി? അതാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ബോധനം ഉപകാരപ്പെടുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ബോധനങ്ങളെ കാതുകൊടുത്ത് സ്വീകരിച്ച ആളുകൾക്കാണ്. അല്ലാഹുവിന്റെ കലാമിന് കാതുകൊടുത്തവർക്കാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പര്യാപ്തമായ ഖൽബുകൾക്കാണ്. മനിത്തബഅ ദിക്റ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഉദ്ബോധനങ്ങളെ, മുസ്തഫായ നബിതങ്ങളിൽ നിന്നുള്ള വഹീനെ സ്വീകരിക്കാനൊക്കെയും താല്പര്യപ്പെടുന്നവർക്കാണ് ഇതുപകാരപ്പെടുന്നത്. ഖുർആനിന്റെ ബോധനങ്ങൾ, ആ ബോധനങ്ങൾ ആർക്കാണോ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പിൻപറ്റാൻ താല്പര്യമുള്ളത്, അവർക്കാണത് ഉപകാരപ്പെടുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. 2ാമത്തെ ക്വാളിറ്റി, അപ്പൊ ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന കൽബ്, നല്ലത് കേട്ടാൽ അത് സ്വീകരിക്കാൻ പറ്റുന്ന കൽബ്. ഖിയാമത്ത് നാൾ വരുമ്പോൾ നല്ലത് കേൾക്കാൻ ആളുകളില്ലാത്ത കാലം വരും, നല്ലത് പറഞ്ഞു കൊടുക്കാനും ആളുകളില്ലാത്ത കാലം വരും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും ഒക്കെ ഉപദേശിക്കുന്ന ആളുകൾ അവർ വിജയിച്ചു എന്ന് പറഞ്ഞ ആയത്തുകളുടെ തഫ്സീറുകളിൽ കാണാം. ഖിയാമത്ത് നാൾ വരുമ്പോൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. ഇത് തെറ്റാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ലേ? പലതും കണ്ടിട്ട് നമ്മൾ കാരണവന്മാര് കണ്ണടച്ചങ്ങോട്ട് പോകുന്നില്ലേ? ഇല്ലേ? പല വീട്ടിലും പലതും നടക്കുന്നത് കണ്ടിട്ട് വാപ്പമാര് വല്യാപ്പന്മാരൊക്കെ എന്ത് ചെയ്യാണ്? കണ്ണടച്ച് അങ്ങ് പോവാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അവസാന നാൾ വരുമ്പോ വഴിയിൽ കിടന്ന് വ്യഭിചരിക്കുന്ന ആളിനോട് എഴുന്നേറ്റ് മാറിക്കിടക്കൂ എന്ന് പറയാൻ പോലും ആളില്ലാത്ത സമയം വരുമെന്നാണ്. അപ്പൊ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇനി പുതിയ ജനറേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉപദേശിക്കുന്നതോ ഉപദേശം ഉൾക്കൊള്ളുന്നതോ താല്പര്യമുള്ള ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നതാണോ? ഉപദേശം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാലത്താണോ? അപ്പൊ ഈ ഖുർആൻ പറഞ്ഞ കാലത്തേക്ക് തന്നെയല്ലേ നമ്മൾ ഈ തിരിച്ചു വരുന്നത്? അല്ലേ? മുസ്തഫായ നബിതങ്ങൾ പറഞ്ഞതിലേക്കൊക്കെ തന്നെയല്ലേ ഈ അവസ്ഥകളൊക്കെ തിരിച്ചു വരുന്നത്? ഇതിനെ ഉപദേശമൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ജനറേഷൻ, അവർക്കിതൊന്നും കേൾക്കണ്ട, അറിയണ്ട, മനസ്സിലാക്കണ്ട, അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഉൾക്കൊള്ളാനോ പിൻപറ്റാനോ അറിയാനോ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകൾ, ചില ആളുകൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊന്നും കേൾക്കണ്ടെന്ന് തോന്നും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകും. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ കൽബ് ഇടുങ്ങിപ്പോകും. ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കൽബ് മരിച്ചുപോകും, ചത്തുപോകും. ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാലത്തേക്ക് വരും. ആ കാലം ഖിയാമത്തിനോടടുത്ത കാലാണ്. ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ ഒരാളും ഇല്ല, തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളും ഇല്ലാത്ത, തിന്മയാണെന്നറിയാം പക്ഷെ എതിർക്കാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വിഷയങ്ങൾ എത്തിച്ചേരും. അനിത്തബഅ ദിക്റ. 2ാമത്തത് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ എന്നല്ല, വിശുദ്ധ ഖുർആനിലെ വിവിധ ഇടങ്ങളിൽ ഈ പ്രയോഗമുണ്ട്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. ഖാഫ്. അല്ലാഹുവിനെ അദൃശ്യ അവസ്ഥയിൽ ഭയപ്പെടുന്ന ആളുകൾ. ഇതേ ആശയം തന്നെ സൂറത്തുൽ മുൽക്ക് പറയുന്നുണ്ട് വിവിധങ്ങളായ ഭാഗങ്ങളിൽ. അല്ലാഹുവിനെ അദൃശ്യ അവസ്ഥയിൽ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. പരസ്യമായി റബ്ബിനെ ഭയപ്പെടുന്നവർ എന്നല്ല, രഹസ്യമായി റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ. മുൻഗാമികളൊക്കെ ദ്വാരന്നിരുന്നു, പടച്ചവനെ ഞങ്ങളുടെ പരസ്യത്തെക്കാൾ ഞങ്ങളുടെ രഹസ്യ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. 4 ആളുടെ മുന്നിൽ മുത്തക്കിയാകാൻ നമുക്കൊക്കെ പറ്റും. 4 ആളുടെ മുന്നിൽ ഞാൻ നല്ല തഖ്വയുള്ള ആളാണ്, നല്ല ഖൈറായ ആളാണ് എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും പറ്റും. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ആയത്തുകളൊക്കെ അതാണ് പറയുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളും അങ്ങനെയുള്ളവരാണ്.
മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ അല്ലാഹുവിനെ പേടിച്ച ആളുകൾ, ഭയപ്പെട്ട ആളുകൾ. അപ്പൊ രഹസ്യമായി അല്ലാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് 2 സ്വർഗമുണ്ടെന്ന് ഖുർആൻ സൂറത്തുർ റഹ്മാൻ. അപ്പൊ അല്ലാഹുവിനെ അദൃശ്യത്തിൽ പേടിക്കുക, രഹസ്യമായ ജീവിതത്തിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന റബ്ബിനെ വല്ലാതെ പേടിക്കുന്ന ആളുകൾ. അതാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാതിരാവിൽ ഇങ്ങനെ കുതിര ഓടിച്ച് ഒരു സ്ഥലത്തു കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിൽ വെളിച്ചം കണ്ട വീട്ടിലേക്ക് കുതിരയെ അടുപ്പിച്ചു. എന്താണ് എൻ്റെ പ്രജകൾ ഉറങ്ങാത്തത് എന്ന് നോക്കാൻ. അപ്പോൾ ഒരു ഉമ്മയും മകളും തമ്മിൽ സംഭാഷണം. പാൽ വിൽക്കുന്ന ആളുകളാണ്. ഉമ്മ മകളോട് പറയാണ്, മോളെ ആ പാലിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പാലിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോ മോളെ എന്ന് ഉമ്മ മകളോട് പറഞ്ഞു. ഉടനെ മകള് പറഞ്ഞു, അത് പറ്റൂല. കാരണം പാലിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് കരിഞ്ചന്ത നടത്തുക എന്നുള്ളത് തെറ്റാണ്. പടച്ചവന്റെ കോടതിയിൽ നാളെ എന്നെ പിടിച്ചു നിർത്തും, ഞാനിതിന് കൂട്ടുനിൽക്കൂല. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ അതിന് ഉമർ കാണുന്നില്ലല്ലോ. ഉമറല്ലേ ഇവിടുത്തെ ഭരണാധികാരി, നീതിമാനായ ഉമറിന്റെ രാജ്യമാണല്ലോ, ഉമറല്ലേ ഭരണാധികാരി, ഉമർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉമർ കാണുന്നില്ലായിരിക്കാം, പക്ഷെ അള്ളാഹു കാണുന്നുണ്ടല്ലോ ഉമ്മ. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിൽ വന്നു. ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ പോയി കല്യാണം ആലോചിക്കണം, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യണം. ചരിത്രത്തിൽ കാണാം, ആ പരമ്പരയിൽ പിറന്നയാളാണ് പിന്നീട് സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒരു പാൽക്കാരി പെണ്ണ് ഒരൊറ്റ രാത്രി കൊണ്ട് രാജ്യത്തിന്റെ രാജകുമാരിയായി. അള്ളാഹുവിനെ തഖ്വ ചെയ്ത ആ പെണ്ണിനെ, അള്ളാഹുവിനെ മറക്കാത്ത, പാതിരാത്രിയിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അവർ പറഞ്ഞ വാക്കാണ് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന വാക്ക് കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്യാൻ തന്റെ മകനോട് പറയുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പൊ മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പവും ചെയ്യാൻ വളരെ പ്രയാസമുള്ളതുമായ കാര്യമാണ്. രഹസ്യത്തിലായിരിക്കുമ്പോഴാണ് നാം പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകളും ചെയ്യുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് മോശപ്പെട്ട പല ചിന്തകളും നമ്മുടെ കൽബിലേക്ക് വരുന്നത്, പലതരത്തിലുള്ള ആലോചനകളും വരുന്നത്, പല മോശങ്ങളും ചെയ്യണമെന്ന് തോന്നുന്നത്. റൂമിന്റെ കതക് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാണ്, അവിടെയാണ് പലപ്പോഴും ഹറാം ചെയ്യണമെന്ന് തോന്നുന്നത്. പല ഇടപാടുകളും നടത്തുന്ന നേരത്ത് ഹറാമുകൾ ചെയ്യണമെന്ന് തോന്നുന്നത്. ആ നേരത്തൊക്കെയും ഓർക്കേണ്ടതാണ്, അല്ലാഹുവിങ്കൽ നാളെ സ്വർഗമുള്ളത് അവനെ പരസ്യമായി ഭയപ്പെട്ടവർക്കല്ല, രഹസ്യമായി അവനെ ഭയപ്പെട്ട ആളുകൾക്കാണ്. പരസ്യമായി ഭയപ്പെട്ടവർക്ക് സ്വർഗ്ഗമില്ല എന്നല്ല, രഹസ്യത്തിൽ അല്ലാഹുവിനെ ഭയക്കുന്ന ആളുകൾ. മുൻഗാമികൾ ചോദിച്ചത് കാണാം, ജനങ്ങളുടെ മുന്നിൽ തെറ്റു ചെയ്യാൻ നീ പേടിക്കുന്നുണ്ട്, പക്ഷേ രക്ഷിതാവ് മാത്രമുള്ള സമയത്ത് തെറ്റു ചെയ്യാൻ ഒരു പേടിയുമില്ല. ജനങ്ങൾ കാണെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ നമുക്കൊക്കെ വല്ലാത്തൊരു മനക്ലേശാണ്. അത് തെറ്റ് തന്നെ ആകണമെന്നുമില്ല. ഒരു കൊള്ളരുതാത്തൊരു പ്രവർത്തനം ചിലപ്പോൾ അത് ഹറാമാകണമെന്നില്ല, അത് ജനങ്ങൾ കാണെ ചെയ്യാൻ നമുക്ക് പലപ്പോഴും ഒരു പ്രയാസമാണ്. എന്നാൽ റബ്ബ് മാത്രമുള്ളപ്പോൾ, നീയും നിന്റെ പടച്ചവനും മാത്രമാകുന്ന നേരത്ത് നീ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഗൗരവമുള്ള ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സൃഷ്ടികൾക്ക് കൊടുക്കുന്ന വിലയെങ്കിലും നീ കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിലല്ലേ നീ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടുന്നത്? സൃഷ്ടികൾ കാണരുതെന്ന് നീ പലതും ആഗ്രഹിക്കുന്നു. തെറ്റുകളുടെ ഒരു ശൈലി എങ്ങനെയാണ്? ഇത് ജനങ്ങൾ അറിയരുതേ എന്നാണ് ആഗ്രഹിക്കുക. തെറ്റ് ചെയ്താൽ ഒരാൾ ആഗ്രഹിക്കുക ഇതൊന്നും ജനങ്ങൾ അറിയരുതേ എന്നാണ് വിചാരിക്കുക, ഇത് ജനങ്ങളിലേക്ക് എത്തരുതേ എന്നാണ് വിചാരിക്കുക. അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുന്ന നീ അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്ന വില പോലും, സൃഷ്ടികൾക്ക് കൊടുക്കുന്ന വില പോലും ആർക്ക് കൊടുക്കുന്നില്ല? സൃഷ്ടാവായ റബ്ബിന് കൊടുക്കുന്നില്ലല്ലോ എന്ന് മഹാന്മാരായ മുൻഗാമികൾ ചോദിച്ചത് കാണാം. അപ്പൊ എപ്പോഴും രഹസ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്, രഹസ്യമായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക, പ്രയാസപ്പെടുക, ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കുക. ഏത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരിക എന്നുള്ളത് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ക്വാളിറ്റിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അത് സ്വർഗവാസികളുടെ വസ്ഫാണ്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ അങ്ങനെയാകണം രഹസ്യ ജീവിതം. പരസ്യത്തെക്കാൾ എൻ്റെ രഹസ്യ ജീവിതം നന്നാക്കി തരണമേ എന്ന് ദുആ ചെയ്ത എത്രയോ ആളുകളുണ്ട്. എത്രയോ മഹാന്മാരായ ഇമാമിങ്ങളുടെ ദുആകളിൽ ആ പ്രയോഗം കാണാം. പരസ്യത്തെക്കാൾ, ആളുകളുടെ മുന്നിലുള്ള ഇടപെടലിനേക്കാൾ രഹസ്യത്തിൽ എൻ്റെ ജീവിതം നീ നന്നാക്കി തരണമേ പടച്ചവനെ എന്ന് ദുആ ചെയ്ത ആളുകൾ. അപ്പോൾ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ഇവിടെ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബോധനം പിൻപറ്റുന്ന ആളുകൾ, അതുപോലെ രഹസ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. ഇന്ന് ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ പറയേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഓരോരുത്തരും പേഴ്സണൽ ലൈഫ് പലതരത്തിലുള്ള അപജയങ്ങളിലേക്ക് വീണുപോകുന്ന കാലമാണ്. മൊബൈൽ ഫോണുകളിലൂടെ മോശപ്പെട്ട ബന്ധങ്ങളിലേക്ക് പലരും പോകുന്നു. ഹലാലായ നിലയിൽ ഇണയാക്കിയ ഭാര്യയുണ്ട്, ആ ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഹറാമായ ബന്ധങ്ങളിലേക്ക് പലരും പോകുന്നു. അല്ലാഹു തആല ഹലാലാക്കി തന്നൊരു ഭാര്യ വീട്ടിലുണ്ട്, എന്നിട്ടും ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഭർത്താവുണ്ട്, ഈ ഭർത്താവ് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, ഭർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്യാത്ത ജോലിയൊന്നുമില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അന്യപുരുഷന്മാരുമായി ചെലവഴിക്കാൻ മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ, എത്രയെല്ലാം നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ രഹസ്യമായ ജീവിതം പലപ്പോഴും അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് പാളിപ്പോവുകയാണ്. ഒരേ സമയം രക്ഷിതാവായ റബ്ബിനെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ ഇന്ന് ജനങ്ങളിൽ അധികരിച്ചു വരുന്ന കാലമാണ്. പല കേസുകളും നോക്കൂ, എല്ലാത്തിന്റെ പിന്നിലും ഇന്ന് അവിഹിതങ്ങൾ അധികരിച്ച കാലമാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്ത ബന്ധങ്ങളിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്ന കാലം. കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, പലരും വിമർശിക്കുമെങ്കിലും പറയാനുള്ളത് തുറന്നു പറയണമല്ലോ. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കാനഡയിലേക്ക്, അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, പല രാജ്യങ്ങളിലേക്കും. ഒരു കമ്പനി മാത്രം 7000 ആളുകളെ ഈ ഒരു വർഷത്തിനിടയിൽ കയറ്റിവിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പഠിക്കാൻ അവസരം ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്ന് നമ്മൾ ഒന്നാമത് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ പഠിക്കാൻ അവസരം ഇല്ലാഞ്ഞിട്ടാണോ? അവിടെ പഠിച്ച പല സർട്ടിഫിക്കറ്റുകൾക്കും ചിലപ്പോൾ തിരിച്ചിവിടെ വരുമ്പോൾ ഇവിടെ വാല്യൂ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ പഠിക്കാനുള്ള സാധ്യതകൾ തേടി പോകുന്നത് തെറ്റാണെന്നല്ല. ചൈനയിൽ പോയിട്ടാണെങ്കിൽ എൽമ ഓടിക്കണമെന്നാണല്ലോ. അതിനപ്പുറം ചില ചിന്തകളുണ്ട്. ഒന്ന്, പുതിയൊരു തലമുറ ചിന്തിക്കുന്നത് ഇവിടെ ഇനി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല, വർഗീയതയൊക്കെ കൂടി വരികയാണ്. അപ്പൊ സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി PR ഒക്കെ വാങ്ങിയിട്ട് ആ രാജ്യത്ത് താമസിക്കാം. അതിൻ്റെ പിന്നിൽ രണ്ടാമത്തൊരു ചിന്ത കൂടിയുണ്ട്. ഈ നാട് വിട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലോ എവിടെങ്കിലും സെറ്റിലായാൽ എല്ലാ ഹറാമുകളും എല്ലാ തോന്നിവാസങ്ങളും നടക്കും. ആരും ഞങ്ങളോട് ചോദിക്കില്ല. ഏത് പെട്ടിക്കടയിലും മദ്യം കിട്ടും. ഏത് സമയത്തും വ്യഭിചരിക്കാൻ പറ്റും. ഏത് സമയത്തും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. ചോദിക്കാൻ വാപ്പയില്ല, ഉമ്മയില്ല, കൊച്ചാപ്പയില്ല, മഹല്ലുകാരില്ല. അസമയത്തൊരു പെൺകുട്ടി ഈ വഴിയിലൂടെ പോയാൽ നമ്മളൊക്കെ ചോദിക്കും എവിടെ പോന്നു എന്ന് ചോദിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചോദിക്കും എവിടെ പോന്നു. ആ കുട്ടി ചിലപ്പോൾ നടന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി ഇത് എവിടുത്തെ കുട്ടിയാണ്, ആരുടെ കുട്ടിയാണ്, നമ്മൾ കൃത്യം അവരുടെ ഒരു പിക്ചർ നമ്മൾ എടുത്തിരിക്കും. ഇന്ന സ്ഥലത്തെ കുട്ടിയാണ്, അത് ഇന്നടുത്തുനിന്ന് വരികയാണ്, അല്ലേ? അത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് കൂടിയാണ്. അപ്പൊ ഈ നടന്നു പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ അസമയത്ത് ഒരു ആൺകുട്ടിയെ കണ്ടാലും, നമ്മൾ ഒരു പാതിരാത്രിയിൽ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മഹലിൽപ്പെട്ട ഒരു ആൺകുട്ടി ഏകനായി അല്ലെങ്കിൽ 1-2 കുട്ടികളെ വശക്കേടായി കണ്ടാൽ നമ്മൾ അപ്പോഴേ ചിന്തിക്കും എന്താണെന്ന് ചിന്തിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കുക, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുകയും ചെയ്യും. ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമായി പറന്നു നടക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കരുത് ഈ വിദേശത്ത് പോയ കുട്ടികളെയൊക്കെ ഉസ്താദ് അടിച്ചാക്ഷേപിക്കാൻ. തീർച്ചയായും ഇവിടുത്തെ പിടുത്തം അങ്ങോട്ട് വിട്ടിട്ട് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഏത് സദാചാരത്തിന്റെ മൂല്യങ്ങളും ലംഘിച്ചുകൊണ്ട് എന്തും ചെയ്യാം. നമ്മുടെ നാട്ടിലെ പോലെ ക്യൂ നിന്ന് മദ്യം വാങ്ങണ്ട, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും മദ്യം കിട്ടും. എവിടെ പോയാലും ലഹരി ഉപയോഗിക്കാൻ പറ്റും. എവിടെ പോയാലും ഹറാമായ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ആരെങ്കിലും തുറിച്ചു നോക്കുവോ, ഹറാമാണെന്ന് പറയോ, മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പറക്കൽ കൂടിയാണ് ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് കുട്ടികൾ മറ്റുള്ള ഇടങ്ങൾ തേടിപ്പോകാനുള്ള കാരണമായി കൂടി നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരുടെ പോകുന്ന കുട്ടികൾ, പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളുണ്ട്, പല രാജ്യങ്ങളിലും പഠിക്കുന്ന കുട്ടികളുണ്ട്.
അവർക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണെങ്കിൽ അവരുടെ കൽബിൽ നല്ല ഈമാൻ നമ്മൾ ഉറപ്പിച്ചു കൊടുക്കണം. ഈ ആയത്തൊക്കെ പറഞ്ഞു കൊടുക്കണം. ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, സ്വർഗം കിട്ടണോ രഹസ്യമായി വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ. മഹദിയായ ഫാത്തിമ എന്നവർ പറയുന്നുണ്ട്. ഫാത്തിമ എന്നവർ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവരൊരിക്കൽ പറഞ്ഞു, ഈ നാട്ടിൽ ഒരുപാട് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, ഈ നാട്ടിൽ ഒരുപാട് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ ഏറ്റവും ഉന്നതനായ ആൾ എന്റെ ഭർത്താവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ പോലെ റബ്ബിനെ ഭയപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അതുപോലെ നോമ്പെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ആ ഭയത്തിൽ ജീവിക്കുന്ന ഒരാളെയും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ലെന്നൊരു ഭാര്യ, മഹദിയായ ഫാത്തിമ എന്ന ഭാര്യ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളാണ്. അവരുടെ ഭർത്താവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും പേടിയുള്ള കൽബിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമുക്കെല്ലാം അറിയാം, നമ്മൾ പണ്ട് മുതലേ പാടിയിട്ടുണ്ട്. ഉണ്ട സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ സംഭാഷണമാണ് അല്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണത്. ഈ ഫാത്തിമയോടാണ് ചോദിച്ചത്, പ്രിയേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ സഖി ഒരു കുല മുന്തിരി? ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പാടിയാൽ നന്നായിരുന്നു കേട്ടോ. ഉണ്ട സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുക. ഉടനെ അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ, പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റെതായൊരു ദിർഹമുമില്ല പ്രിയേ. ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളൊക്കെ നല്ലപോലെ പാടുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. പല കല്യാണ വീട്ടിലും പോയി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നാലെണ്ണ പോലും എൻ്റെ കയ്യിൽ എൻ്റെതായിട്ടില്ല. ഇതൊക്കെ ഖജനാവിലെ പൈസയാണ്, ഖജനാവുകളിലെ പൈസയാണ്. അതിൽ നിന്ന് ഒരു അണ പോലും ഞാൻ എടുക്കില്ല. നിങ്ങൾ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളാണല്ലോ, സമ്പന്നയായിരുന്നു ഫാത്തിമ എന്നവർ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു നാലെണ്ണ തരൂ. ഒരു രാജ്യത്തിന്റെ രാജാവ് പറയാണ്, ഞാൻ കുറച്ച് മുന്തിരി വാങ്ങി കഴിക്കട്ടെ, എനിക്ക് ആഗ്രഹം തോന്നുന്നു. അപ്പൊ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിനെ അവിടുന്ന് ഭയപ്പെട്ടതുപോലെ മറ്റൊരാൾ റബ്ബിനെ ഭയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയേറെ അള്ളാഹുവിനെ ഭയപ്പെട്ടയാളാണ് സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ രഹസ്യമായ ജീവിതം ഇത്തരം വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന കാലമാണ്. മോശപ്പെട്ട പരിശുദ്ധ റമളാനിൽ തൗബ ചെയ്യണം. പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഇനി അങ്ങനെ ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിലേക്ക് ഞാൻ പോവുകയില്ല. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം അള്ളാഹു ഹലാലാക്കിയതിൽ നിന്ന് ഹറാമാക്കിയ ഒരു അവസ്ഥയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, മോശത്തരത്തിലേക്ക്, അത്തരം ഇടപാടുകളിലേക്ക് ഞാൻ പോവുകയില്ല എന്ന്. വ്യഭിചാരം ഇന്ന് സമൂഹം തന്നെ അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ്. നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെയും ചെറുക്കനെയും കൂടി വാപ്പയും ഉമ്മയും കൈപിടിച്ച് കറങ്ങാൻ വിടുക. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിക്കാഹ് കഴിയുമ്പോഴാണ് ഇയാൾ ഭർത്താവും അയാൾ ഭാര്യയും ആകുന്നത്. ഉറപ്പിച്ചു വെച്ചല്ലോ, ഇനിയിപ്പോ കറങ്ങിക്കോ, 1 വർഷമോ 2 വർഷമോ ഒക്കെ കറങ്ങിക്കോ. അതിനെവിടെ ഇസ്ലാമിൽ എങ്ങനെയാണ് അതിനെ എടുക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വ്യഭിചാരത്തിലേക്കുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നമ്മൾ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് പകരം പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എവിടുന്നാണെങ്കിലും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നവരെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ രഹസ്യത്തിൽ ഭയപ്പെടുക എന്നുള്ളതാണ്. പരസ്യമായി റബ്ബിനെ ഭയപ്പെടുന്നതിനപ്പുറം രഹസ്യമായി ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിൽ ഞാൻ ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു കാഴ്ച കാണുകയില്ല. ഞാൻ ഇപ്പൊ കുട്ടികളൊക്കെ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണ്. അവർക്ക് നമ്മുടെയൊക്കെ കൂടെ വീട്ടിൽ ചെന്നാൽ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഇഷ്ടം വാപ്പയുടെ മൊബൈലും തരൂ, ഞാനൊന്ന് മാറി ഇരിക്കട്ടെ.
എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടെ ഇൻഡിവിജ്വൽ സ്പേസുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കൽബിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹു തആല രഹസ്യത്തിൽ ഭയപ്പെടുക. മോനെ, അത് എവിടാണെങ്കിലും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് കയ്യിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മറ്റേത് കാര്യത്തിലേക്ക് പോയാലും. സയ്യിദുനാ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരെ ആരാണ് വ്യഭിചാരത്തിലേക്ക് വിളിച്ചത് അല്ലെങ്കിൽ തെറ്റിലേക്ക് ക്ഷണിച്ചത്? സുലൈഖാ ബീവി വിളിക്കുന്ന നേരത്ത് ആ കൊട്ടാരത്തിൽ ഒരു പരിചാരകർ പോലും ഉണ്ടായിരുന്നില്ല. സൗന്ദര്യവതിയായിരുന്നു. മിസ്റിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു സുലൈഖ ബീവി റളിയല്ലാഹു അൻഹാ. ഏറ്റവും സൗന്ദര്യമുള്ള യൂസുഫ് അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് വിളിച്ച നേരം പരിശുദ്ധ ഖുർആന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? മഹാനായ സയ്യിദുനാ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, കൊട്ടാരത്തിൽ ആരുമില്ല, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന് മേലെയാണ്. നല്ല പതുപതുത്ത മെത്തയും സൗകര്യങ്ങളുമുണ്ട്. അറിയാൻ ആരുമില്ലാത്ത നേരത്താണ് യൂസുഫെ വ്യഭിചാരത്തിന്റെ വഴി തുറന്നിട്ട് വിളിക്കുന്ന നേരത്ത് ഞാൻ വരില്ല, അല്ലാഹ് വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. എന്റെ രക്ഷിതാവായ റബ്ബ് അവൻ എന്നെ തൊട്ട് അശ്രദ്ധനല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ലെന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം വിചാരത്തിൽ നിന്ന് ഓടിമാറി. അങ്ങനെ എത്രയാണ് മുൻഗാമികളുടെ ചരിത്രം. രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്നവരാണ്. അള്ളാഹുവിനെ അവരുടെ ജീവിതത്തിന്റെ രഹസ്യമായ ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടു ജീവിക്കുന്നവരാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിന്റെ അരികിൽ വെച്ച് സയ്യിദുനാ ഖിളിർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ഉടനെ ഖിളിർ നബിയോട് പറഞ്ഞു, നബിയെ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ? ഉടനെ ഖിളിർ നബി അലൈഹിസ്സലാം അവിടുന്ന് ഉപദേശിക്കുകയാണ്, ഇയ്യാക യാ ഉമർ, ഓ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, പരസ്യമായി ജീവിക്കുമ്പോൾ നീ അള്ളാഹുവിന്റെ വലിയനെ പോലെ ജീവിക്കുകയും രഹസ്യമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശത്രുവാവുകയും ചെയ്യുന്ന ദുഷിച്ച സ്വഭാവമുണ്ടല്ലോ, അത് വേണ്ട. ആ സ്വഭാവം ഉപേക്ഷിച്ചു കളയൂ, അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. അതിനർത്ഥം ബഹുമാനപ്പെട്ടവർ അങ്ങനെയാണെന്നല്ല. പരസ്യമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വലിയനെ പോലെ കണ്ടാലൊരു മുത്തഖിയാണ്. എന്നാൽ ജീവിക്കുമ്പോൾ രഹസ്യത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ശത്രുവായി മാറി, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്യുന്നതായി മാറി. അങ്ങനെയുള്ളതൊരു ദുഷിച്ച സ്വഭാവമാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം അവിടുന്ന് ഉപദേശിക്കുകയാണ്. അപ്പൊ രഹസ്യമായ സ്വഭാവത്തിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കടം വാങ്ങി അല്ലെങ്കിൽ പൈസ വാങ്ങി, ചില ആളുകൾ പൊതുവെ എല്ലാത്തിനും എതിരായിട്ട് ഇന്നിപ്പോ ഇൻസ്റ്റന്റ് ലോണുകൾ എടുക്കുന്ന കാലമാണ്. എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണ് വേണം, ഒരാളും അറിയില്ല, ഒരു ബാങ്കിലും പോകണ്ട, ആപ്ലിക്കേഷനുകൾ വഴി നിങ്ങൾക്ക് ലോണ് കിട്ടും. അവിടെയും നമുക്ക് ചെയ്യാനുള്ള എന്താ? നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിലൂടെ തന്നെ ലക്ഷങ്ങൾ ലോണായി വാങ്ങും. പക്ഷെ അതിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും, ഇതിന് 12% ഇൻട്രസ്റ്റ് തരണം, ഇതിന് 8% പലിശ തരണം. ഞാൻ പലിശ കൊടുക്കുന്നു എന്ന് ഒരാളും അറിയില്ല. കാരണം ഇന്നെല്ലാ ഇടപാടുകളും ഡിജിറ്റലാണ്. അവിടെയാണ് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടതിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. ലക്ഷങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ നിന്ന്, നല്ല ട്രാൻസാക്ഷനുള്ള അക്കൗണ്ടാണോ, ലക്ഷങ്ങൾ കടമെടുക്കാം, പക്ഷേ പലിശ കൊടുക്കാം. ഇത് ഞാനും
എൻ്റെ റബ്ബ് അല്ലാതെ വേറെ ആരും അറിയില്ല. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. വേറെ ആരും അറിയുന്നില്ല, റബ്ബ് മാത്രമാണ്. അതാണ് പ്രത്യക്ഷത്തിൽ നീ വലിയാവുകയും രഹസ്യത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ശത്രുവാവുകയും ചെയ്യുന്നതിനെ കുറിച്ച് നീ സൂക്ഷിക്കുക. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ, എല്ലാം ഇന്നിപ്പോ വ്യക്തിപരമായി പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ സ്വഭാവങ്ങളൊക്കെയും നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു മൂല്യമാണ് രഹസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ മുൻഗാമികൾ ചൊല്ലിയതാണല്ലോ. പാതിരാവുകൾ പലരും കരഞ്ഞുകൊണ്ട് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി ആഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ذنوبي فإنك غافر الذنب العظيم. പാതിരാവ് കരഞ്ഞുകൊണ്ട്, ആരൊക്കെയാ കരഞ്ഞത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാത്തൊരു ദിവസമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയാത്തൊരു ദിവസമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ച ചാലുണ്ടായിരുന്നു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പള്ളിയിലിരുന്ന് പല ദിവസവും പൊട്ടി പൊട്ടി കരയുന്ന രംഗങ്ങൾ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുൻഗാമികളൊക്കെയും അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ, വലിയ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിൽ അവരുടെ മാതൃക നമുക്കൊക്കെ സ്വീകരിക്കാവുന്ന മാതൃകയാണ്. ഞാൻ ഹറാമ് കണ്ടുപോയല്ലോ നബിയേ, ഇനി അങ്ങയുടെ മുഖത്തെങ്ങനെ നോക്കുമെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ച സ്വഹാബിയുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ഇന്നുവരെ ചെയ്ത തെറ്റുകൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രഹസ്യവും പരസ്യവും അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, മുഹമ്മദുൽ മസ്കി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അബൂബക്കറുൽ മസ്കി എന്നും ചരിത്രത്തിൽ കാണാം. ആ മനുഷ്യന്റെ പ്രത്യേകത, കാണാൻ നല്ല സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നു. അയാൾ ഒരു ദിവസം കച്ചവടക്കാരനായ അയാൾ വീട് തോറും കയറി ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിലെത്തിയ നേരത്ത് അവിടെയുള്ള സ്ത്രീ അയാളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. വലിയ കൊട്ടാരം പോലെയുള്ള വീടാണ്. ആ വീട്ടിലേക്ക് വരൂ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചകത്തു കയറ്റിയിട്ട് വാതിലടച്ചു കളഞ്ഞു. നിങ്ങൾ എനിക്ക് വ്യഭിചാരത്തിന് വഴിപ്പെട്ടു തരണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, പറ്റൂല, അല്ലാഹു ആകുന്ന റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്നാണ് പറഞ്ഞത്. എന്തു ചെയ്യും ഞാൻ? അതുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ആളല്ല, എന്നെ വെറുതെ വിടൂ. അവര് പറഞ്ഞു, പറ്റൂല, നിനക്കിനി ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയൂല, എന്ത് പറഞ്ഞാലും നിന്നെ വിടൂല, നീ എന്റെ ആഗ്രഹം നടത്തി തന്നേ പറ്റൂ. ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് വാഷ്റൂം ഒന്ന് കാണിച്ചു തരുമോ? എനിക്ക് വാഷ്റൂം ഒന്ന് കാണിച്ചു തരുമോ? ടോയ്ലറ്റ് അവര് കാണിച്ചു കൊടുത്തു. അതാ അവിടെയാണ്. അതിന്റെ ഉള്ളിൽ ചെന്നിരുന്നിട്ട് ആലോചിച്ചു, റബ്ബേ, ഞാൻ എത്രയോ കാലമായി നിന്നെ പേടിച്ച് ജീവിക്കുന്നു, ഇപ്പൊ നീ എന്നെ ഒരു വ്യഭിചാരത്തിന്റെ അവസ്ഥയിലേക്ക് ഇട്ടുകൊടുക്കുകയാണോ? ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു ഉപായം തോന്നി. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ടോയ്ലറ്റിലുണ്ടായ മാലിന്യമെടുത്ത് ദേഹത്ത് പുരട്ടിയിട്ട് ദുർഗന്ധം, ടോയ്ലറ്റ് മാലിന്യം വാരിയിട്ട് ദേഹത്ത് പൊത്തി. വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ, ടോയ്ലറ്റിൽ നിന്ന് അയാൾ പുറത്തു വരുമ്പോ ദേഹം മുഴുവനും ടോയ്ലറ്റിന്റെ മാലിന്യമാണ്. നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ആ പെണ്ണ് വാതില് തുറന്നു കൊടുത്തു, ഇറങ്ങി ഓടിക്കളഞ്ഞു. വീട്ടിൽ ചെന്ന് കുളിച്ചു വൃത്തിയായി പള്ളിയിലേക്ക് വരികയാണ്. ആളുകൾ ചോദിക്കുന്നു, മുഹമ്മദേ, നിങ്ങൾക്ക് ഇത്രയും സുഗന്ധം എവിടെ നിന്നാണ്? മരിക്കുന്നത് വരെ ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴികളിലൊക്കെ മസ്കിന്റെ സുഗന്ധമായിരുന്നു. അല്ലാഹു തആല പ്രതിഫലം കൊടുത്തതാണ്. മാലിന്യം വാരിപ്പൊത്തിയിട്ട് അള്ളാഹുവിനെ പേടിച്ച് ഓടിയതുകൊണ്ട് അയാളുടെ ശരീരത്തു നിന്നെപ്പോഴും മിസ്കിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഏത് വഴി പോയാലും ഭയങ്കര സുഗന്ധം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദുൽ മിസ്കി എന്ന് വരാനുള്ള കാരണം. അബൂബക്കർ മിസ്കി ഇബ്നുൽ ജൗസി എഴുതുന്നുണ്ട്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരുന്നു. ദിമിഷ്കിലാണ്, ഡമാസ്കസിലാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തത് എന്ന് ഇബ്നുൽ ജൗസി എഴുതുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ, അവരുടെ അവസ്ഥകൾ ഇങ്ങനെ എത്രയോ വിശാലമാണ്.
അള്ളാഹുവിനെ പേടിച്ചപ്പോൾ അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ കൊടുത്ത അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലാണ്. പിന്നെ ഏത് വഴിയിൽ പോയാലും ശരീരത്തു നിന്ന് സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് നമ്മുടെ ഖൽബിൽ ഈ ആയത്തെപ്പോഴും വേണം. അള്ളാഹുവിനെ രഹസ്യത്തിൽ ഭയപ്പെടുന്ന ആളുകളാകണം. ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അപ്പൊ ഒന്നും കൂടി ഓതു, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അള്ളാഹുവിൻ്റെ റസൂലേ, അവർക്കങ്ങ് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിറുഹു, അവർക്ക് സന്തോഷം അറിയിക്കൂ. ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അല്ലാഹു തആലയിൽ നിന്ന് പാപമോചനവും മാന്യമായ പ്രതിഫലവും ലഭിക്കും. പാപമോചനവും മാന്യമായ പ്രതിഫലവും. അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. മാന്യമായി അവരാ ജീവിച്ചതിന് മാന്യമായ പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്, നമ്മളൊക്കെ എപ്പോഴും ഓതാറുണ്ട്. ഈ പദപ്രയോഗങ്ങൾ തമ്മിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവനാണ്, ഗാഫിർ പൊറുക്കുന്നവനാണ്. എന്നാൽ എല്ലാം ചിലപ്പോൾ പുറത്തു കൊടുക്കണം എന്ന് ഇല്ല. അല്ലാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ ഗഫാറാണ്, പലതവണ പൊറുക്കുന്നവനാണ്. അതൊക്കെ റബ്ബിനെ കൊണ്ട് മാത്രമേ കഴിയൂ. നമ്മളോട് ഒരാളൊരു മോശം പ്രവർത്തിച്ചാൽ ഒരു തവണ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാപ്പാക്കി കൊടുക്കും. ഒരു തവണ വിട്ടുവീഴ്ച ചെയ്യും. രണ്ടാമത്തെ തവണ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കർക്കശക്കാരാവും. മൂന്നാം തവണ ആവുമ്പോൾ നമ്മൾ തീർത്തും പിന്നെ സ്ഥിരം ചെയ്യാൻ അവനെ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. പക്ഷേ ഖാലിഖായ റബ്ബ് നമ്മൾ എത്ര തെറ്റു ചെയ്താലും അവൻ പലതവണ നമുക്ക് പുറത്തു തരുന്നു. അള്ളാഹു ഈ നാമധേയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റും പുറത്തു തരുമാറാകട്ടെ. ഗഫൂറാണ്, ഗഫാറാണ്, മഗ്ഫിറത്ത്, ഇതൊക്കെ വലുതാണ്. തെറ്റ് പൊറുക്കുന്നു എന്ന് മാത്രമല്ല, വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തെറ്റ് പൊറുക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ ഏടുകളിൽ നിന്ന് വരെ മായ്ച്ചു കളയും. നാളെ പരലോകത്ത് വായിക്കുന്ന നേരത്ത് ഈ തെറ്റ് അവന്റെ ഏടിലില്ലാത്തവണ്ണം, അങ്ങനെ ഒരു തെറ്റവൻ ചെയ്തിട്ടേ ഇല്ല എന്ന തരത്തിൽ അള്ളാഹു മായ്ച്ചു കളയും. അത്ര ഉദാരനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പാപം തന്നെ പലവട്ടം ചെയ്താലും പുറത്തു നൽകുന്ന അത്രയും ഉദാരനായ റബ്ബ്. അപ്പൊ അള്ളാഹു പൊറുക്കും. നമ്മളൊക്കെ ചിലപ്പോൾ പൊറുക്കും, പക്ഷെ ചില ആളുകളോട് പറയും. പക്ഷെ ഇന്ന് വരെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളൊരു മനുഷ്യനോട് മോശപ്പെട്ട ഒരു വർത്താനം പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളോടാണ്, അയാൾ ആരോടെങ്കിലും ഒരാളോട് പറയും, പങ്കുവെക്കും. ഒന്നോ രണ്ടോ വട്ടം പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പലരോടും പറയും, ഇയാൾ എന്നോട് ഇങ്ങനൊക്കെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം അള്ളാഹുവിനോട് നമ്മൾ തെറ്റു ചെയ്തിട്ട് ഇന്ന് വരെ അള്ളാഹു അതിൻ്റെ പേരിൽ നമ്മളെ എവിടെയെങ്കിലും വഷളാക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്, എത്രയെല്ലാം തെറ്റ് ചെയ്തു. ആരോടെങ്കിലും നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ ഇവൻ ഇന്ന പോലെ തെറ്റ് ചെയ്യുന്നവനാണ്? നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും? നമ്മളൊക്കെ കൽബിൽ റബ്ബിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കാനാണ്. ഇന്ന് വരെ തെറ്റ് ചെയ്തിട്ട് എൻ്റെ തെറ്റൊരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരാളുടെ മുന്നിലും എന്നെ വഷളാക്കിയിട്ടില്ല. ജനങ്ങളുടെ മുന്നിൽ എന്നെ ഇടങ്ങേറാക്കിയിട്ടില്ല. ആളുകളുടെ മുന്നിൽ അത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് മാപ്പ് നൽകി. അള്ളാഹു ആകുന്ന ഖാലിഖായ റബ്ബിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്ന ആരാണ് വേറെ ഉള്ളത്? അള്ളാഹു നമുക്ക് അവനോടുള്ള മഹബ്ബത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് വരെയും നമ്മളെ ഒരാളുടെ മുന്നിൽ നീ ഇന്നലെ രാത്രി ഇന്ന തെറ്റ് ചെയ്തുല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിൽ, ആളുകളുടെ മുന്നിൽ വഷളാക്കുന്ന തരത്തിൽ അതെടുത്ത് പുറത്തിട്ട് നമ്മളെ ഇടങ്ങേറാക്കി നശിപ്പിച്ച് ഇല്ല. അതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പണിയാണ്. മനുഷ്യരാണ് പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുക. അള്ളാഹു അല്ല. അള്ളാഹു ആകുന്ന റബ്ബിന്റെ ഉദാരത വലുതാണ്. എത്രയെല്ലാം തെറ്റ് ചെയ്താലും അവൻ മറച്ചു വെക്കുന്നു, അവൻ പുറത്തു തരുന്നു, അവൻ മാപ്പാക്കി തരുന്നു. നിങ്ങൾ ചോദിച്ചോ, പുറത്തു തരാമെന്ന് പറയുന്നു. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു വലുതും ചെറുതുമെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അടുത്തൊരായത്ത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അൽഹംദുലില്ലാഹ്, 12 ആയത്ത് ഒരു മുബീനായിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും.
ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ആ പ്രയോഗത്തിലൊരു വലിയ അധികാരമുണ്ട്. ഒറ്റയടിക്ക് അങ്ങോട്ട് പറയല്ല, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. കേൾക്കുന്ന ഉസ്താദുമാർക്കൊക്കെ മനസ്സിലാവും അതിന്റെ ഗ്രാമർ, അതിന്റെ പ്രയോഗങ്ങളുടെ ആഴം, ഊക്ക്. ഒറ്റയടിക്ക് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നല്ല, അധികാരം ഉറപ്പിച്ചുറപ്പിച്ച ഇന്നാ നഹ്നു, തീർച്ചയായും നഹ്നു നാം തന്നെയാണ്, നുഹ്യിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു, അള്ളാഹു എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാന്ന് ചോദിച്ചു. ഒറ്റ ഉദാഹരണം ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങനെ ജീവിപ്പിക്കുമെന്ന് പറയുന്നതിന് മനുഷ്യന്റെ കൽബ് തുറപ്പിക്കുന്ന ചില ഉദാഹരണങ്ങൾ യാസീൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എങ്ങനെയാണ് പഠിച്ചവനെ മരിച്ചവരെ ജീവിപ്പിക്കുക? എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, സൂറത്തുൽ ബഖറ പറഞ്ഞു, അവിടുന്ന് എന്ത് ചെയ്തോളൂ, 4 പക്ഷികളെ പിടിച്ച് അറുത്ത് ആ 4ന്റെയും മാംസം തമ്മിൽ ഇടകലർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ 4 പക്ഷികളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിടിക്കുകയും 4 എണ്ണത്തിനെ അറുത്തു. എന്നിട്ട് അതിന്റെ മാംസം തമ്മിൽ ഇടകലർത്തിയിട്ട് 4 ഇടങ്ങളിൽ, 4 പർവ്വതങ്ങളിൽ, 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോന്നിന്റെയും പേര് ചൊല്ലി വിളിക്കാൻ പറഞ്ഞു. ഇതിന്റെ എല്ലാ മാംസവും ഇതൊക്കെ ഇടകലർത്തിയാണ് വെച്ചത്. ഓരോന്നിന്റെയും പേര് ചൊല്ലി വിളിച്ചോളാൻ പറഞ്ഞു. ഓരോന്നിന്റെയും പേര് ചൊല്ലി വിളിച്ചു. ഓരോന്നും പറന്നു വന്നു. അല്ലാഹു തആല പറഞ്ഞു, പടച്ചവനെ സംബന്ധിച്ചുള്ള ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെ നിസ്സാരമാണ്. മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കും? ഖുർആൻ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയല്ല മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അതിന് വിശാലമായ തെളിവുകൾ പിന്നീട് വരുന്നുണ്ട്. അല്ലാഹു തആല തന്നെ നമ്മെ ചിന്തിപ്പിക്കുന്ന ചില തെളിവുകൾ പറയുന്നുണ്ട്. അപ്പോ മരിച്ചുപോയി മണ്ണടിഞ്ഞ് എത്രയോ കാലമായി പിന്നെയും ജീവിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും. അതിലെന്താ നിനക്ക് ഇത്ര അത്ഭുതം? നിങ്ങൾ വെറും ഒരു ബീജത്തുള്ളി ആയിരുന്നില്ലേ? അവിടുന്നല്ലേ ഈ കാണുന്ന ഈ അവസ്ഥയിലെല്ലാം എത്തിച്ചേർന്നത്? നിങ്ങൾ എന്തായിരുന്നു? ആലോചിച്ചു. ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. താഴെ ഒരു തുള്ളി ബീജം കിടന്നാൽ എന്താണെന്ന് ചിലപ്പോൾ പറയാൻ പോലും പറ്റാത്ത, പറയപ്പെടാൻ മാത്രമില്ലാത്തൊരു ചെറിയ സാധനത്തിൽ നിന്നല്ലേ ഇന്ന് ഈ കാണുന്ന അവസ്ഥയും കോലവും ശരീരവും രക്തവും ഹൃദയവും ബ്രെയിനും ഇതെല്ലാം വികസിച്ച് മനുഷ്യനായി രൂപം പ്രാപിച്ചത്? ആ റബ്ബിനാണോ നിങ്ങളെ മരിച്ചാൽ ഒന്നുകൂടി എഴുന്നേൽപ്പിക്കാൻ പാട്? ചിന്തിക്കാനാണ്. ആ പഠിച്ചവനാണോ പാട്? ഇത്ര നിസാരമായ ഒരു തുള്ളിയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ, ഇത്ര വലിയ ശരീരത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആ പടച്ചവനാണോ? അപ്പോ അതൊന്നും വലിയ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമല്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, അതിന്റെ ഒരു ഭാഗം കൂടി പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയാണ്. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിനു ശേഷം വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവരു ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെ നാം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവരുടെ പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങളെന്ന് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തും ചിന്തിക്കാനുള്ളതാണ്. ഈ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്തായാലും ഉണ്ടാകും. മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. നന്മ ചെയ്തെങ്കിലും തിന്മ ചെയ്തെങ്കിലും എല്ലാം നമ്മുടെ ഏട്ടിൽ അതുണ്ടാകും. അതിനു പുറമെ ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങൾ, ഒരാൾ കൊലപാതകം നടത്തുന്നതിന്റെ, കൊല നടത്തിയ ഒരു മനുഷ്യന്റെ ശിക്ഷയിൽ നിന്ന്, ഫലത്തിൽ നിന്ന് ഒരു പങ്ക് അങ്ങ് അകലെ കാബീലിൽ വരെ എത്തിച്ചേരുമെന്നാണ്. കാരണം മൂപ്പരാണ് ഇവിടെ ആദ്യം കൊലപാതകം ഉണ്ടാക്കിയത്. കൊല നടത്താമെന്ന് കാണിച്ചു കൊടുത്തയാൾ ആ തെറ്റിന്റെ അറ്റം എവിടെ ചെല്ലും? കാബീലിലേക്ക് ചെല്ലും. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നിങ്ങളുടെ കാൽപ്പാടുകളെ, പാദമുദ്രകളെ, അല്ലാഹു തആല അതിനുശേഷം ഉണ്ടാകുന്ന അതിന്റെ അനന്തര ഫലങ്ങളെ, ഇവയെല്ലാം രേഖപ്പെടുത്തി വെക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നന്മ ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മെ കണ്ടിട്ടൊരാൾ നന്മ ചെയ്തു എന്നാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നമ്മൾ പള്ളിയിൽ പോകുന്ന കണ്ടിട്ട് അതാ അദ്ദേഹം പള്ളിയിൽ പോകുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പള്ളിയിലേക്ക് വരുന്ന മറ്റൊരു ഈ ആയത്തിന്റെ ഒരു വിശദീകരണം കാണാം. പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ വളരെ സ്പീഡിൽ
പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഉപദേശിച്ചു. അങ്ങനെയല്ല, പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ അധികരിപ്പിക്കണം. സാവധാനം പോയാൽ മതി, സാവധാനം പോയാൽ മതി. എന്തുകൊണ്ടാണ്? ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഞങ്ങളെ കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പതുക്കെ പോയാൽ മതി, ഓരോ ചവിട്ടടിക്കും അല്ലാഹു പ്രതിഫലം തരും. അനക്തുബു മാ ഖദ്ദമു വ ആതാറഹും. അപ്പൊ ഓരോന്നിനും ഒരു ഗോത്രം, ബനീ സലമ ഗോത്രം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്പോൾ അടുത്ത് താമസിച്ചാൽ മതി, അവിടെ നിങ്ങൾ നടന്നു വരുമ്പോൾ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾ നടന്നു വരുമല്ലോ, ആ സമയത്ത് നിങ്ങളുടെ ഓരോ ചവിട്ടടിക്കും പള്ളിയുടെ അരികിലേക്ക് താമസം മാറ്റി വരാൻ ആഗ്രഹിച്ച ആ ഗോത്രത്തോട് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ അവിടുന്ന് നടന്നു വരുന്നതിന്റെ കൂലി ഓരോ ചവിട്ടടിക്കും അല്ലാഹു കൂലി തരും, ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിന്നോ. അപ്പൊ നന്മ ചെയ്താൽ ആ നന്മ നമുക്ക് രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ആസാറഹും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വിശാലമായി നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വചനം കൂടിയാണ്. നമ്മളെ കണ്ടിട്ടൊരാൾ തിന്മ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം.